everyone, welcome to Civils 360 Hindu newspaper analysis session. അപ്പോൾ നമുക്ക് ഇന്നലത്തെയും ഇന്നത്തെയുമായ ഏതാനും വാർത്തകൾ ഒന്ന് പരിശോധിക്കാം. ഇന്നലെ സൺഡേ ആയിരുന്നു, ഞായറാഴ്ചകളുടെ ഒന്ന് രണ്ട് ന്യൂസും പിന്നെ നമ്മുടെ ഇന്നത്തെ കുറച്ച് വാർത്തകൾ നമുക്കിത് നോക്കാം. So without any further ado, let's get into the session. അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയുമായിട്ടുള്ള കുറച്ച് മേജർ ഹെഡ്ലൈൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രപ്പോസലിനെ കുറിച്ചാണ്. രണ്ട്, ആസാമിന്റെ ബട്ടർഫ്ലൈ ബുക്ക്ലെറ്റ് ബോഡോ റീജിയന്റെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ ആസാം അസംബ്ലി. ദെൻ നമ്മുടെ പുതിയൊരു മിഷനാണ് മിഷൻ കായകൽപ്. ദെൻ ഏഷ്യാറ്റിക് ലൈൻസിന്റെ ഒരു സെക്കൻഡ് ഹോം എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മുടെ ഗഗൻയാൻ, ഒരുപാട് നാളായി വാർത്തകളിൽ തികഞ്ഞു നിൽക്കുന്ന ഒരു ബേർഡ് തന്നെയാണ് ഗഗൻയാൻ. അപ്പൊ ഗഗൻയാനിനെ കുറിച്ചുള്ളതാണ് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ്. പിന്നെ ന്യൂസ് വളരെ കുറവാണ്. നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിലെ ന്യൂസ് വളരെ കുറവായിട്ടുണ്ട്. നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്, മെയിൻസിനും പ്രിലിംസിനും വരാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം. ഡൽഹി കോൺക്ലേവ് റേസസ് ഫെഡറലിസം കൺസേൺസ് ഓവർ വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രപ്പോസൽ. ഇത് ഏതൊക്കെ ഏരിയാസിലാണ് എപ്പോഴും കാണുന്നത്, നമുക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSCയുടെ GS പേപ്പർ 2ലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, ഇലക്ഷൻ റിഫോംസ്, ഇലക്ഷൻ കമ്മീഷന്റെ റോൾ ആൻഡ് ഫങ്ഷനിങ്, റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവർണൻസ്, ഇവ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ എന്താണ് ഈ ന്യൂസ് പറയുന്നത്? ന്യൂസ് ഈസ് ഓൾ അബൌട്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച്, ഒരു നേഷനും ഒരു ഇലക്ഷൻ എന്ന ഇനിഷ്യേറ്റീവ്, ആ ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർഡ് ജഡ്ജ്, ബ്യൂറോക്രാറ്റ്സ്, ലോയേഴ്സ്, അക്കാഡമിക്സ് അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ള ആരെയും തന്നെ എന്താണ് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല, അവർക്ക് എല്ലാവർക്കും റൈറ്റ് കിട്ടണം എന്ന് കൂടെയാണ് നമ്മുടെ ഈ ന്യൂസിൽ അവർ എടുത്തു പറയുന്നത്. നമുക്ക് നോക്കാം. ആ ന്യൂസിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, ഇപ്പം നമുക്ക് ന്യൂസ്, നമ്മളൊരു വാർത്ത വായിക്കുമ്പോൾ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അത് പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ആനുകാലിക കാര്യങ്ങളെ ആസ്പദമാക്കി പറയും. നമ്മൾ ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് എപ്പോഴും നോക്കേണ്ടത് നമുക്ക് എക്സാം സിലബസുമായി ബന്ധപ്പെട്ട് എന്താണ് ആ വാർത്തയിൽ പറയുന്നത്, നമ്മൾ അത് മാത്രം ചെകഞ്ഞു നോക്കി പഠിച്ചാൽ മതി. അതാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. എല്ലാം എന്താണ് വാരി വരച്ച് വായിച്ച് പഠിക്കണം എന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ ആ വാർത്തയിൽ നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയാകും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ടറൽ റോൾ റിവിഷൻ, SIR. നമ്മൾക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് മുതൽ നമ്മുടെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷൻ വരുന്നത് വരെ നമ്മൾ SIR പൂരിപ്പിക്കുക നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ SIR ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, ഇപ്പൊ ഫോമർ ഇലക്ഷൻ കമ്മീഷണർ അശോക് ലവാസയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്തത്. ക്വസ്റ്റ്യൻ ദ SIR ഓഫ് ഇലക്ട്രൽ റോൾസ്. ഇതിന്റെ എന്താണ് ഇപ്പൊ മേജർ ഇഷ്യൂസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ വോട്ടർ നെയിംസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി വരുന്നു. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ഡിലീഷൻ ഓഫ് വോട്ടേഴ്സ് നെയിം, വോട്ടേഴ്സിന്റെ നെയിം ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി ലാക്ക് അവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഡിലീഷൻ, നോ പബ്ലിക് ഡേറ്റ ഓൺ റീസൺസ് ഫോർ ഡിലീഷൻ. ഈ ഡിലീഷന് എന്തുകൊണ്ടാണ് ഒരു റീസൺ പറയുന്നില്ല. ഇപ്പൊ നമുക്ക് ചില ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ കുറെ പേർക്ക് വോട്ടില്ല, ബിക്കോസ് അവരുടെ പേര് വോട്ടർ ലിസ്റ്റ് ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അതൊരു അനോമിനിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ദെൻ ഫിയർ ഓഫ് ഡിസെൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് എലിജിബിൾ, അതായത് നമുക്ക് വോട്ട് ചെയ്യാൻ ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ഉള്ള കുറെ ആൾക്കാർ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, വോട്ട് ചെയ്യാൻ കഴിയാതായി പോകുന്നു. കാരണം ഈ ഒരു രീതിയിൽ അവരെ മാറ്റുമ്പോൾ, കാരണം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വരുമോ,
ആ ഒരു തോട്ടിലേക്ക് ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞത്, ഇഷ്യൂ പറയുന്നത്. അതേപോലെ ഇലക്ഷൻ കമ്മീഷന്റെ അക്കൗണ്ടബിലിറ്റീസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഇവിടെ ആവശ്യമായിട്ടുണ്ട്. ദ നീഡ് ഫോർ ഗ്രേറ്റർ അക്കൗണ്ടബിലിറ്റി ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ. ഇതൊക്കെയാണ് അവർ പറഞ്ഞിരുന്ന ഇഷ്യൂസ്. അതിന്റെ സജഷൻസ് പറഞ്ഞത് എന്താണ്, വോട്ട് ഡിലീറ്റഡ് ആയി വോട്ടേഴ്സിന്റെ ഡിലീറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സിന്റെ ഡേറ്റ് എന്ത് ചെയ്യണം, പബ്ലിക്കലി കാണിക്കണം, പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. സോ അതിനൊരു ഫോം ഒക്കെ പറയുന്നുണ്ട്, ഫോം 17C, CCTV ഫുട്ടേജ്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ഡയറീസ് ആൻഡ് അതർ ഇലക്ഷൻ റെക്കോർഡ്സ് ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി. കാരണം നമ്മൾ എത്രത്തോളം തെളിവുകൾ സബ്മിറ്റ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോഴും അപ്പൊ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ഒക്കെ പറയുമ്പോൾ അവിടെ ഒരു ഇങ്ങനത്തെ കുറെ നഷ്ടങ്ങൾ വരുന്നുണ്ട്, ചെറിയ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് കാസ്റ്റ് സെൻസസിനെ കുറിച്ചും ഈ ന്യൂസിൽ പറയുന്നുണ്ട്. കാസ്റ്റ് സെൻസസ് വരുമ്പോൾ ഫോർമർ യൂണിറ്റ് ഹോം സെക്രട്ടറി GK പിള്ള പറയുന്നതാണ്. സോ വൈഡർ പബ്ലിക് കൺസൾട്ടേഷൻ ബിഫോർ കണ്ടക്ടിങ് എ കാസ്റ്റ്. നമ്മൾ ഈ കാസ്റ്റ് സെൻസസ് ചുമ്മാ എടുക്കാൻ പറ്റില്ല, ജാതി സെൻസസ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇത് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യം തന്നെയാണ്. ബിക്കോസ് നമുക്കത് വേണം അല്ലെ, നമുക്ക് ജനങ്ങൾ എല്ലാവരെയും അത് അറിയിച്ചുകൊണ്ട് അവരിൽ നിന്നൊരു കൺസൾട്ടേഷൻ അത്യാവശ്യം തന്നെയാണ്. ആൻഡ് ഓൾസോ ട്രാൻസ്പെറന്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ വേണം, ക്ലിയർ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ. സോ 2027 പോപ്പുലേഷൻ സെൻസസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ന്യൂസിൽ പറയുന്നുണ്ട്. അതെന്താണ്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ അനുസരിച്ച് നമ്മുടെ പോളിറ്റി പെർസ്പെക്റ്റീവിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, പിന്നെ എന്താണ് വിമൻസ് റിസർവേഷൻ ഇമ്പാക്റ്റീവ് വെൽഫെയർ സ്കീം. ഇതെല്ലാം തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് നിർത്തിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ സെൻസസ് എല്ലാം വരുന്നതും. ഇതൊക്കെയാണ് ആ ന്യൂസിൽ പ്രധാനമായിട്ട് പറയുന്ന നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിലുള്ള പോയിന്റ്സ്. സോ നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാം. ആസാമിന്റെ ബട്ടർഫ്ലൈ ബുക്ക്ലെറ്റ്. പ്രിലിംസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനെ കുറിച്ചും ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിനെ കുറിച്ചുമാണ് പറയുന്നത്. സോ ഇതിൽ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന വേർഡ് മീനിങ് ചോദിക്കും, ബയോ ജോഗ്രഫിക് സോൺസ് ഓഫ് ഇന്ത്യ ചോദിക്കാം, ആൻഡ് എൻഡമിക് ത്രെറ്റൻഡ് ബട്ടർഫ്ലൈ സ്പീഷീസിനെ കുറിച്ചൊക്കെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പേപ്പർ 2 രീതിയിലാണ് നമ്മുടെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഈ ന്യൂസ് എന്താണ്, ആസാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്പെഷ്യൽ ബുക്ക്ലെറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെ ബട്ടർഫ്ലൈ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ്. അതായത് ബോഡോലാൻഡ് ടെറിട്ടറി, ഇതൊരു നമ്മൾ 6th ഷെഡ്യൂളിൽ വരുന്ന ഒരു ടെറിട്ടറിയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ സോ ബോഡോ ടെറിട്ടറി വരുന്നത് നമ്മുടെ ചിരാഗ്, കൊക്രജാർ ആൻഡ് ഉദൽപൂർ അങ്ങനത്തെ കുറേ ഏരിയാസ്, ഏകദേശം 4-5 ഏരിയാസ് ആണ് ആ ഒരു റീജിയനിൽ വരുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ ഇത് ഈ ബുക്ക്ലെറ്റ് ലോഞ്ച് ചെയ്തതും എവിടെ നിന്നാണ്, കൊക്രജാരം തന്നെയാണ് ആ റീജിയൻസ്. ഈ ബുക്ക്ലെറ്റ് ഒരു ആസാമിന്റെ തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് വളരെ ബോഡോലാൻഡ്. നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടേം തന്നെയാണിത്. സോ ഇതിന്റെ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനെ കുറിച്ച് കവേഴ്സ് അബൌട്ട് 3,653 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഫോറസ്റ്റ് കംപ്രൈസിംഗ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന ഫോറസ്റ്റിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, മോയിസ്റ്റ് മിക്സഡ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആൻഡ് അലൂവിയൽ ഗ്രാസ്, ഇതെല്ലാം തന്നെ ഈ ഏരിയ വരുന്ന ഒരു ഏരിയാസ് ആണ്. ദെൻ ഈ ഒരു ഏരിയ ഇൻഡോ മലയൻ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയന്റെ ഒരു കോൺഫ്ലുവൻസ് തന്നെ, ഒരു ഒന്നിച്ചേരൽ ആണ് ഇവിടെ നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ എന്താണുള്ളത്, ഒരു ഇൻഡോ ഗാങ്ജറ്റിക് ഗംഗ റിവേഴ്സിന്റെ ഒരു റീജിയൻ. അവിടെ എല്ലാത്തിന്റെ ഒരു എല്ലാം ചേരുന്ന സ്ഥലമാണ് എന്ത്, ബോഡോലാൻഡ്. നമുക്ക് എപ്പോഴും നിങ്ങളുടെ UPSC PYQs നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വേർഡ് തന്നെയാണ് ബോഡോലാൻഡ് റീജിയൻ. ഇപ്പൊ ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബോഡോലാൻഡ് ഒരു 346 ഓഫ് ആസാംസിന്റെ 620 റെക്കോർഡഡ് ബട്ടർഫ്ലൈ സ്പീഷീസിൽ 346 ഈ ബോഡോലാൻഡ് റീജിയൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സെവറൽ റെയർ, എൻഡമിക് ആൻഡ് ത്രെറ്റൻഡ് ബട്ടർഫ്ലൈ സ്പീഷീസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, ദ അൾട്ടാപാനി മനസ് ലാൻഡ്സ്കേപ്പ് ഈസ് വൺ ഓഫ് ദി നോർത്ത് ഈസ്റ്റ് ഇന്ത്യസ് റിച്ചസ്റ്റ് ബട്ടർഫ്ലൈ ഹാബിറ്റാറ്റും കൂടെയാണ്. ഈ ഒരു ഏരിയ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വയ്ക്കണം. ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈ, നോട്ടബിൾ ബട്ടർഫ്ലൈ സ്പീഷീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് നമുക്കിപ്പോ ബട്ടർഫ്ലൈ നോസിൽ വന്നത് കൊണ്ട് ഇത് റിലേറ്റ് ചെയ്ത ഒരു ബട്ടർഫ്ലൈ സ്പീഷീസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ യെല്ലോ ക്രസന്റ് സ്പാങ്കിൾ, സ്വൈൻ ഹൂസ് ഫ്ലാറ്റ്, ഗ്രേറ്റ് വിൻ ചോദിച്ചിട്ടുള്ള PYP ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. Then Moody's Cupid, Missouri bushbob, green eaglet, Indian Cupid, white line bush brown എന്നൊക്കെ പറയാറുണ്ട്. യെസ്. സോ their region butterfly diversity has influenced what? Bagurumba. Okay. So this region's butterfly diversity has influenced the Bagurumba, the traditional butterfly dance, the Bodo community. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാം ന്യൂസ് പേപ്പറിൽ ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ നമ്മുടെ GS2 പേപ്പറിലും പോളിറ്റിയിലും വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. സോ ദ ആസാം ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അസംബ്ലിയിൽ ഉപയോഗിക്കാൻ അവര് എന്താണ് ആ ഒരു രീതിയിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിന്ദി ഏതിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക? ആസാമീസ്, ഇംഗ്ലീഷ് ആൻഡ് ബോഡോ. ഫ്രം ദി ബഡ്ജറ്റ് സെഷൻ ഓൺവേർഡ് അവർ ഹിന്ദിയും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആസാമീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കീ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് the decision was taken by the general purposes committee ആണ്, നമ്മുടെ പാർലമെന്ററി കമ്മിറ്റിയിലുള്ള ജനറൽ പർപ്പസ് കമ്മിറ്റിയാണ്. ആൻഡ് അവർ എന്ത് ചെയ്യുന്നത്? ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ ഇസ് കൺസിഡർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് അസംബ്ലി ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ ALA TV ആണ്, ആസാം വിധാൻസഭ TV. The chief minister clarified that Bodo will continue as an official language of the assembly. അത് വിഡ്രോ ചെയ്യില്ല, ബട്ട് ഹിന്ദിയും വരും. അപ്പൊ ഈ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതേപോലെ അസംബ്ലിയിൽ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യാം എന്ന ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമുക്ക് ചോദിക്കാം. ആർട്ടിക്കിൾ 210 ചോദിക്കുന്നുണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 345 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഒന്നോ അതിൽ കൂടുതലോ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റുന്ന. സോ ഈ ഏരിയ നമുക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആസാം അസംബ്ലി ഹിന്ദി മാത്രമല്ല, അവർ അസാമീസ്, ബോഡോ, ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഒപ്പം ഹിന്ദിയാണ്. അപ്പൊ അവർക്ക് മൾട്ടി ലാംഗ്വേജസ് യൂസ് ചെയ്യാം എന്നുള്ള ആർട്ടിക്കിൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഇത് 8th ഷെഡ്യൂളിൽ വരുന്നതാണ്. അപ്പം 8th ഷെഡ്യൂളിൽ വരുന്നത് കൊണ്ട് that's it. Then next is ഒരു മിഷൻ കായകൽപ് എന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് പറയുന്നത്. ആൻഡ് പ്രിലിംസ് പെർസ്പെക്റ്റീവില് CSR എന്താണ്, അതേപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതേപോലെ പേപ്പർ 2, പേപ്പർ 3. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ന്യൂസിന് വേണമെങ്കിൽ ഇത്രയും ഏരിയാസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ന്യൂസ് എന്ന് പറഞ്ഞാല് ഡൽഹി ഗവൺമെന്റ് ആണ് എന്ത് ചെയ്തത്? മിഷൻ കായകൽപ് ലോഞ്ച് ചെയ്തത്. മിഷൻ കായകൽപ് അതെന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, നമ്മുടെ സ്കൂൾസിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യാനാണ്? അപ്ഗ്രേഡ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനാണ് മിഷൻ കായകൽപ്. കായകൽപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലെ ഒരു ട്രീറ്റ്മെന്റ് പോലുള്ള ഒരു സംഗതിയാണ് കായകൽപ് എന്ന് പറയുന്ന സം കൈൻഡ് ഓഫ് ആയുർവേദിക് തിങ്. അപ്പോൾ ഈ ഒരു കായകൽപ് മിഷൻ ഉദ്ദേശിക്കുന്നതിന്റെ എയിം പഠിക്കുക. എയിം ഇമ്പോർട്ടന്റ് ആണ്. സേഫ്, ക്ലീൻ, ഇൻക്ലൂസീവ് ആൻഡ് ടെക്നോളജി ഇനേബിൾഡ് ലേണിംഗ് എൻവയോൺമെന്റ്സ്. വളരെ വൃത്തിയായും സേഫായും ടെക്നോളജി, ഇപ്പൊ നമ്മുടെ ഒരു AI എറ ആയതുകൊണ്ട് ടെക്നോളജി ഇനേബിൾഡ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ഒക്കെ വളരെ ആവശ്യമാണ്. ദെൻ ഇതിൽ ഒത്തിരി കീ ഹൈലൈറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാം നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്? റെനോവേഷൻ ആൻഡ് റിപ്പയർ ഓഫ് സ്കൂൾ ബിൽഡിംഗ്സ്, പെയിന്റിംഗ്, വാട്ടർ പ്രൂഫിംഗ് ആൻഡ് ഇംപ്രൂവ് ഡ്രെയിനേജ് സിസ്റ്റം, മോഡേണൈസേഷൻ ഓഫ് സയൻസ് ലബോറട്ടറീസ്, പിന്നെ ഇൻസുലേഷൻ ഓഫ് RO പ്ലാന്റ്സ് വെച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ്സ് ആണ്, നമ്മുടെ പ്യൂരിഫയേഴ്സ് ഒക്കെ പോലെ. വാട്ടർ കൂളേഴ്സ്, പിന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ക്രിയേഷൻ ഓഫ് ഗ്രീൻ സ്പേസസ്,
നമ്മുടെ കുറച്ച് പച്ചപ്പൊക്കെ നിറച്ചുള്ള ക്യാമ്പസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി എന്താണ് നേച്ചറായിട്ട് നമ്മൾ എന്താണ് നമുക്ക് ഇൻഡൽ ചെയ്ത് നിൽക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ പൈലറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടു സ്കൂൾസ് ഇൻ ഈച്ച് റവന്യൂ ഡിസ്ട്രിക്ട്. പിന്നെ നമുക്ക് സെൻസറി പാർക്സ് ആണ്, എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടും. ദെൻ ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ആണ്. അതിൽ കുറച്ചും കൂടി കുട്ടികൾക്ക് കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പോലെയൊക്കെ വരുന്ന ഇതിലുള്ളതും. പിന്നെ പ്രാക്ടിക്കൽ ലേണിംഗ്, ഫണ്ടിങ് ഗവൺമെന്റ് ഫണ്ടാണ്, CSR ഫണ്ട് ചെയ്യുന്ന ഒരു ഇതാണ് CSR എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനിയും വരും ഇതിലൊക്കെ നമുക്ക് പഠിക്കാം. ദെൻ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും എന്താണ് ഇവിടെ അത്യാവശ്യമായിട്ടുണ്ട്. ഈ ഒരു കീ ഹൈലൈറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമുക്കിത് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവ്, ജോഗ്രഫി പെർസ്പെക്റ്റീവിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വളരെ ചാൻസ് ഉള്ളതാണ് കേട്ടോ. യാ, സോ ദ സെക്കൻഡ് ലാസ്റ്റ് ന്യൂസ് ഫോർ ദ ടുഡേ ഈസ് ദി ഏഷ്യാറ്റിക് ലയൺസിന്റെ സെക്കൻഡ് ഹോം. ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഫ്രം എൻവയോൺമെന്റ് ആൻഡ് GS3. എന്താണെങ്കിലും പറഞ്ഞത് വെച്ചാല് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺസ് ഓൾറെഡി നമുക്ക് അറിയാം ഗിർ വനത്തിലുള്ളതാണ്. അപ്പൊ അവർക്ക് അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റീസ് വരുമ്പോൾ അവിടെ ആകെ പ്രശ്നം. അപ്പം അവര് വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർക്കൊരു സെക്കൻഡ് ഹോം, അവർക്കൊരു സെക്കൻഡ് ഹാബിറ്റാറ്റ്, വേറെ ഒരു രണ്ടാമതൊരു സ്ഥലം വേണം. ഇങ്ങനത്തെ കലാമിറ്റീസ് വരുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങോട്ട് മാറ്റാൻ, ഷിഫ്റ്റ് ചെയ്യാൻ, അവർ ട്രാൻസ്ഫർ ചെയ്ത സ്ഥലം വേണമല്ലോ. അപ്പൊ നമുക്കൊരു ഔട്ട് ഹൗസ് ഒക്കെ പോലെ പറയുന്ന പോലെ, വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഔട്ട് ഹൗസിലൊക്കെ മാറുന്ന പോലെ സം വാട്ട് സിമിലർ ടു ദർ സെക്കൻഡ് ഹോം. അപ്പൊ an expert article highlights the urgent need to establish a second free ranging population of Asiatic lions outside the Gir landscape to ensure the species long term survival. കാരണം അവർക്ക് അതൊരു അവർ നശിച്ചു പോവാണ്ട് അല്ലെങ്കിൽ അവർ മരിച്ചു പോവാണ്ട് നമുക്ക് എന്താണ് എപ്പോഴും സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെക്കൻഡ് ഹോം. അപ്പൊ അതിന്റെ ഇത് പറയുന്നുണ്ട്. Current status, Asiatic lion population has recovered from a few deaths in the early 20th century. അപ്പൊ സെൻസസ് അനുസരിച്ച് നമുക്ക് 899 ലയൺസ് ആണ് വരുന്നത്. അപ്പൊ എൻ്റയർ പോപ്പുലേഷൻ എന്താണ് ഗിറിലാണ്, ഗിർ വനത്തിലാണ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാബിറ്റാറ്റ് നമുക്ക് അത്യാവശ്യമാണ്. എന്തെങ്കിലും ഡിസീസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ, ഡ്രൗട്ട്സ്, എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വന്നാൽ വി ഹാവ് ടു ഷിഫ്റ്റ് ദം ടു സംവെയർ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണ് എന്ത് സെക്കൻഡ് ഹോം എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ പോപ്പുലേഷൻ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ ലൈഫ്, ഹെൽത്ത്, എവറിഥിങ്. അപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഏഷ്യാറ്റിക് ലയൺസ് ടു കുനോ നാഷണൽ പാർക്കിൽ പറയുന്നുണ്ടായിരുന്നു, മധ്യപ്രദേശില്. സോ ഈ കോർട്ട് വീണ്ടും പറയുന്നുണ്ട് അവരുടെ ലൈക്ക് ഒരു പൊളിറ്റിക്കൽ കൈൻഡ് ഓഫ് ലൈക്ക് കൺസിഡറേഷൻ അല്ലാണ്ട് അവരുടെ എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് കൂടുതലും നോക്കാൻ വേണ്ടിയിട്ടും ഒരു നാഷണൽ ഹെറിറ്റേജ് എല്ലാം തന്നെ. സോ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഗുജറാത്ത് എന്താണ് ആ ഒരു റീലൊക്കേഷൻ ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവർ പറയുന്ന വെച്ചാൽ സക്സസ്ഫുൾ കൺസർവേഷൻ കൺസേൺസ് ആ ഒരു വേറെ ഒരിടത്ത് അത് കിട്ടുന്നില്ല അത്രമാത്രം. മീൻസ് ഈ ഗിർ വനത്തിൽ പോലെ ആ ഏരിയ അല്ലാണ്ട് വേറെ ഒരു നല്ല ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ അവർക്ക് അത് ലൈക്ക് അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കുക ഇറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിക്കുന്ന ചലഞ്ചസ് അവർ കാണുന്നതാണ്. ഈ കുനോ നാഷണൽ പാർക്കിന്റെ അല്ലാണ്ട് കുനോ നാഷണൽ പാർക്കിൽ നമ്മളൊരു ഹാബിറ്റാറ്റ് റിസ്ട്രിക്ഷൻ കാണുന്നത് അല്ലാണ്ട് ഇതുവരെ വേറെ ഒരു ലൈൻ ട്രാൻസ്ലൊക്കേഷൻ അവർക്ക് പറ്റിയിട്ടില്ല. സോ ദേ ആർ ഒരു അങ്ങനെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഗുജറാത്ത് ഈസ് ആക്ച്വലി അപ്പോസിങ് ദിസ് ട്രാൻസ്ലൊക്കേഷൻ ബിക്കോസ് അവരൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസർവേഷൻ അത് ലൈക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ISROയുടെ ഗഗൻയാൻ മിഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പറഞ്ഞ സോൾവ് എന്താണ്, അതേപോലെ നമ്മുടെ ഗഗൻയാൻ മിഷൻ, അങ്ങനത്തെ എല്ലാ കാര്യം പ്രിലിംസിന്റെയും GS3 വരുന്ന കാര്യങ്ങളാണ്. സോ ലെറ്റ് സി. ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ISRO ശരിക്കും ഗ്രൗണ്ട് ടെസ്റ്റ് നോക്കുക. അതായത് നമ്മുടെ ഗഗൻയാൻ പോകുമ്പോൾ അതിന്റെ പാരഷൂട്ട് സംവിധാനങ്ങളൊക്കെ കറക്റ്റ് ആണോ, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ആക്യുറേറ്റ് ആണോ, അവിടെ ആളഭയം ഒന്നും ഉണ്ടാവാണ്ട് നല്ല രീതിയിൽ അത് പ്രൊട്ടക്റ്റഡ് ആണോ. ബിക്കോസ് ഈ ഒരു ഗഗൻയാൻ പോകുമ്പോൾ എല്ലാ രീതിയിലും അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശരിയാണോ എന്നൊരു പരീക്ഷണമാണ് ഇവിടെ കാണുന്നത്.
വാർത്തയിൽ പറയുന്നത് ഫസ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റ് ഓഫ് ദി സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പീരിമെന്റ് സോൾവ്. അതിനൊരു ഘന ഇന്ധനം എന്ന് പറയും, സോളിഡ് മോട്ടർ. ഈ സോളിഡ് മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരഷൂട്ട് തുടങ്ങിയ മറ്റെല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടതുള്ളത്. അതായത് നമ്മുടെ മനുഷ്യനെ അയക്കുന്ന ഒരു മിഷൻ, മനുഷ്യനെ സ്പേസിലേക്ക് അയക്കുന്ന ഒരു മിഷനാണ് എന്ത്, ഗഗനയാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. സോ സോൾട്ട് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a solid motor based suborbital launch vehicle developed for testing the crew modules parachute based deceleration system. നമ്മുടെ പാരച്യൂട്ട് ഒക്കെ നല്ലപോലെ വർക്കിംഗ് ആവുന്ന രീതിയിൽ എല്ലാം സുരക്ഷിത, പോകുന്ന ആൾക്കാർ പ്രൊട്ടക്റ്റഡ് ആണോ സേഫ് ആണോ നോക്കുന്നതാണ് കേട്ടോ. യൂസ് ടു കണ്ടക്ട് ഇന്റഗ്രേറ്റഡ് പാരച്യൂട്ട് ടെസ്റ്റ് അണ്ടർ വേരിയസ് മിഷൻ ലൈക്ക് ക്രൂ മോഡ്യൂൾ വിൽ ബി ക്യാരിഡ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്, ഇത്ര പൊക്കത്തിൽ കൊണ്ടുപോവുക, അതിനെ ലോഞ്ച് വെഹിക്കിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നോക്കുക, പാരച്യൂട്ട് ഒക്കെ റിലീസ് ആവുന്നുണ്ടോ, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ സംവിധാനം. അപ്പൊ ഈ സോൾവ് പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് നമുക്ക് പ്രിലിംസോ നമുക്ക് പ്രിലിംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുക കേട്ടോ. ദെൻ ഈ സോൾവ് ഡിറൈവ് ഫ്രം ദ PSLV സ്ട്രാപ്പ് ഓൺ സോളിഡ് മാറ്റ് മോട്ടോർ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സ്ലോ ബേൺ റേറ്റ് പ്രൊപ്പലന്റ്, ദെൻ സ്ട്രെയിറ്റ് നോസിൽ അതിന്റെ തുറക്കുന്ന ഭാഗം, സെക്കൻഡറി ഇഞ്ചക്ഷൻ ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ. ഇതൊക്കെ നമ്മുടെ ആ ഒരു രീതിയിൽ പെട്ടെന്ന് വലിക്കാൻ പാരച്യൂട്ടൊക്കെ പുറത്തു വരുന്ന രീതിയിലുള്ള ആ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റീസൺ ഗഗൻയാനിൽ ഇതൊക്കെ സക്സസ്ഫുള്ളി ഇതിന് ശരിക്കും പറഞ്ഞാൽ ഗഗൻയാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ സ്റ്റേജ് നമ്മൾ ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് സക്സസ്ഫുൾ ആയിരുന്നു. മിഷൻ മിത്ര, ദ മാപ്പിംഗ് ഓഫ് ഇന്റർ ഓപ്പറബിൾ ട്രേസ് ആൻഡ് റെസ്പോൺസ് അസസ്മെന്റ്. ഇത് നമ്മുടെ ഇത് കണ്ടക്ട് ചെയ്തത് ലേയിലായിരുന്നു. ആസ്ട്രോണസിന്റെ എന്താണ് സൈക്കോളജി ആസ്ട്രോണസിന്റെ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയർ റെസ്പോൺസസ് ഒക്കെ അതായത് എക്സ്ട്രീം കണ്ടീഷനിൽ ആസ്ട്രോണറ്റ്സിന്റെ അവരുടെ ഫിസിയോളജിക്കലും പിന്നെ എന്താണ് അവരുടെ ബിഹേവിയറൽ റെസ്പോൺസ് ഒക്കെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മിഷനാണ് എന്തോ മിഷൻ മിത്ര എന്ന് പറയുന്നത്. സോ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രിലിംസിനും മെയിൻസിനും. ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണ്. വിച്ച് എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് ഒരു 3 മെമ്പർ ക്രൂവിനെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് 3 ദിവസത്തെ കൊണ്ടുപോയിട്ട് തിരിച്ച് എർത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇംപ്ലിമെന്റഡ് ബൈ ISRO. മനുഷ്യനെ കൊണ്ടുപോകുന്നത് അല്ലെ ഗഗൻയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു 6 ന്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ ഞാൻ പ്രിലിംസിന് വരും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കാം. ഇതിനുമായി വന്ന നമ്മൾ ഇന്ന് നോക്കിയ എല്ലാ വാർത്തകളും ബന്ധപ്പെട്ട് ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ മെയിൽ ID ഉണ്ടാവും. എല്ലാവരും എഴുതി ആൻസർ അയക്കുക, നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് നാളെയും അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനുമായിട്ട് വീണ്ടും കാണാം. Thank you. Be happy and be positive. Bye.